ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാത്ത് മാജിക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സസൈസ് 2.6 സിക്സ്ത് ആൻഡ് സെവൻത്ത് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം സിക്സ്ത് വൺ നോക്കാം. ദി ഏജസ് ഓഫ് ഹരി ആൻഡ് ഹാരി ആർ ഇൻ ദി റേഷ്യോ 5:7. 4 years from now, the ratio of their ages will be 3:4. Find their present ages. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹരിയുടെയും ഹാരിയുടെയും ഇപ്പോഴത്തെ വയസ്സിൻ്റെ റേഷ്യോ ആണ് 5:7. പിന്നെ 4 years കഴിഞ്ഞാൽ അവരുടെ വയസ്സിൻ്റെ റേഷ്യോ എന്താകും? 3:4 ആകും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5:7. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഹരിയുടേത് 5x എന്ന് എടുക്കണം, അതുപോലെ ഹാരിയുടേത് 7x എന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. ലെറ്റ് ദി ഹരീസ് പ്രസൻറ്റ് ഏജ് ഈക്വൽ ടു 5x. നെക്സ്റ്റ് ഹാരീസ് percentage equal to 7x. പിന്നെ നമുക്ക് തന്നത് 4 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സിൻ്റെ റേഷ്യോ 3:4 ആകും. അപ്പോൾ 4 years after ഹരിയുടെ വയസ്സ് എന്താകും? ഇപ്പോഴത്തെ വയസ്സ് 5x. അങ്ങനെയാണെങ്കിൽ 4 years കഴിഞ്ഞാൽ ഹരിയുടെ വയസ്സ് എന്താകും? ഈ 5xൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അതുപോലെ ഹാരിയുടെ വയസ്സ് ഇപ്പോഴത്തെ വയസ്സ് 7x. 4 years കഴിഞ്ഞാൽ എന്താകും? 7x + 4 ആകും. അപ്പോൾ ആദ്യം ഹരിയുടേത് എഴുതാം 5x + 4. നെക്സ്റ്റ് ഹാരിയുടേത് എന്താകും? 7x എന്നുള്ളത് 4 വർഷം കഴിഞ്ഞാൽ 7x + 4. ഈ വയസ്സിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 5x + 4 = 7x + 4 ഈക്വൽ ടു എന്ത് തന്നത്? 3:4 എന്ന റേഷ്യോ. 3:4. നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം? 5x + 4 ഡിവൈഡഡ് ബൈ 7x + 4 ഈക്വൽ ടു 3/4. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ LHSലും RHSലും കംപ്ലീറ്റ് ഫ്രാക്ഷനാണുള്ളത്. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് വരും? 4 × 5x + 4 ഈക്വൽ ടു 3 × 7x + 4. നെക്സ്റ്റ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. ആദ്യം 4 × 5x. 4 × 5x 20x പ്ലസ് 4 × 4 16 ഈക്വൽ ടു 3 × 7x 21x പ്ലസ് 3 × 4 12. ഇനി RHSൽ എക്സിൻ്റെ ടേം LHSലോട്ടേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. 20x 21x LHSലെത്തുമ്പോൾ -21x ഈക്വൽ ടു 12 പ്ലസ് 16 RHSലെത്തിയാൽ -16. 20x - 21x എത്ര വരും? 20 - 21. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? 20 മൈനസ് പ്ലസ് ആയി, പ്ലസ് 21 - 21 ആയി. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം അല്ലേ? അപ്പോൾ 21 20 പോയാലും 1. അപ്പോൾ -1 ആൻസർ. -1x ഈക്വൽ ടു 12 - 16. 12 - 16 എത്രയാണെന്ന് നോക്കാം. 12 - 16. അപ്പോൾ 12 മൈനസ് പ്ലസ് ആയി, പോസിറ്റീവ് 16 -16. ഇനി എന്ത് ചെയ്യണം? 16 12 മൈനസ് ചെയ്ത് 16ൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ 16 12 പോയാൽ 4, എന്നിട്ട് സൈന് നെഗറ്റീവ്. അപ്പോൾ ആൻസർ -4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടതല്ല. അപ്പോൾ x ഈക്വൽ ടു എന്ത് വരും? -4 ഡിവൈഡഡ് ബൈ -1 ഈക്വൽ ടു രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ആൻസർ പോസിറ്റീവ്. അപ്പോൾ ആൻസർ 4. അപ്പോൾ നമുക്ക് കിട്ടി x ഈക്വൽ ടു 4. ഇനി നമുക്ക് ഹരിയുടെയും പ്രസൻറ്റ് ഏജാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഹരീസ്
പ്രസൻറ്റ് ഏജ് ഈക്വൽ ടു നമ്മൾ എത്ര എടുത്തത് 5x. അപ്പോൾ ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് 4 ഈക്വൽ ടു 20 ഇയേഴ്സ്. നെക്സ്റ്റ് ഹാരിസ് present age equal to 7x equal to 7 into 4 equal to 7 into 4 28 years. അപ്പോൾ നമുക്ക് രണ്ടുപേരുടെയും വയസ്സിട്ട് ഹരിയുടേത് 20 ആൻഡ് ഹാരിയുടേത് 28. നെക്സ്റ്റ് 7th question. The denominator of a rational number is greater than its numerator by 8 if the numerator is increased by 17 and the denominator is decreased by 1. The number obtained is 3 by 2. Find the rational number. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു റാഷണൽ നമ്പർ ഉണ്ട്. ആ റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും എത്ര കൂടുതലാണ്? 8 കൂടുതലാണ്. പിന്നെ പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ കൂടെ 17 ആഡ് ചെയ്ത് അതുപോലെ ഡിനോമിനേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്ത് അപ്പോൾ കിട്ടുന്ന നമ്പറാണ് 3 by 2. അങ്ങനെയാണെങ്കിൽ ആ റാഷണൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്ന് എക്സൈറ്റ് എടുക്കണം. ഏതിപ്പോൾ എക്സൈറ്റ് എടുക്കുക? ഇവിടെ ന്യൂമറേറ്ററിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനേക്കാളും 8 കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററാണ് ന്യൂമറേറ്ററായിട്ട് കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എടുക്കാം. ലെറ്റ് ദി ന്യൂമറേറ്റർ ബി എക്സ്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ എന്തായിരിക്കും? ന്യൂമറേറ്ററിനേക്കാളും 8 കൂടുതലല്ലേ? അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 8 ആഡ് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു എക്സ് പ്ലസ് 8. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടി. അപ്പോൾ റാഷണൽ നമ്പറിൻ്റെ ഫോം എങ്ങനെയാണ് വരുന്നത്? പി ബൈ ക്യൂ. പി ആൻഡ് ക്യൂ ആർ 2 ഇൻറ്റിജേഴ്സ്. ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം റാഷണൽ നമ്പർ ഈക്വൽ ടു, ഇവിടെ പി എന്ന് പറയുന്നത് എക്സ്, അപ്പോൾ എക്സ് ബൈ ഡിനോമിനേറ്റർ ക്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 8. അപ്പോൾ നമുക്ക് റാഷണൽ നമ്പർ കിട്ടി എക്സ് ബൈ എക്സ് പ്ലസ് 8. ഇനി നമുക്കിതിൽ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എന്താ തന്നത്? ന്യൂമറേറ്ററിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുന്നു? 17 ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 17 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നു. ഡിനോമിനേറ്റർ എത്രയാണ്? എക്സ് പ്ലസ് 8. അപ്പോൾ എക്സ് പ്ലസ് 8 മൈനസ് 1 ഈക്വൽ ടു എത്ര വരും? എക്സ് പ്ലസ് 17 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 8 മൈനസ് 1 7. എക്സ് പ്ലസ് 7. അപ്പോൾ നമുക്ക് കിട്ടി എക്സ് പ്ലസ് 17 ബൈ എക്സ് പ്ലസ് 7. അപ്പോൾ ഇതാണ് എത്രയാണ് നമുക്ക് തന്നത്? 3 by 2 എന്ന് തന്നത്. അപ്പോൾ എക്സ് പ്ലസ് 17 ബൈ എക്സ് പ്ലസ് 7 ഈക്വൽ ടു 3 by 2. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എൽ എച്ച് എസും ആർ എച്ച് എസും കംപ്ലീറ്റ് ഫ്രാക്ഷൻസ് ആണുള്ളത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു എക്സ് പ്ലസ് 17 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 7. 2 ഇൻറ്റു എക്സ് പ്ലസ് 17 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 7. നെക്സ്റ്റ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. ആദ്യം 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 17. 2 ഇൻറ്റു 17 എത്രയാണ് നോക്കാം? 17 ഇൻറ്റു 2 7 2s are 14. ബാക്കി 1 2 1s are 2 2 plus 1 3 34 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 7 21. നെക്സ്റ്റ് ആർ എച്ച് എസിൽ എക്സിൻ്റെ ടേം എൽ എച്ച് എസിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ 2x മൈനസ് 3x ഈക്വൽ ടു 21 മൈനസ് 34. നെക്സ്റ്റ് 2x മൈനസ് 3x എത്രയാണ് നോക്കണം. അപ്പോൾ 2 മൈനസ് 3 എത്ര വരും? മൈനസ് പ്ലസ് ആയി, പോസിറ്റീവ് 3 -3 ആയി. അപ്പോൾ 3 - 2 1 സൈന് നെഗറ്റീവ് 1x ഈക്വൽ ടു
അതുപോലെ 21 മൈനസ് 34 എത്രയാണ് നോക്കാം. 21 മൈനസ് 34. 21 മൈനസ് എന്താവും, പ്ലസ് ആകും. പോസിറ്റീവ് 34 നെഗറ്റീവ് 34. ഇനി എന്ത് ചെയ്യണം, 34ന്ന് 21 മൈനസ് ചെയ്തിട്ട് 34ൻ്റെ സൈൻ കൊടുക്കണം. 34 മൈനസ് 21 13. സൈൻ അപ്പം എന്ത് വരും, നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് 13. നെഗറ്റീവ് 13. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1x മീൻസ് എക്സ്. പിന്നെ LHSൽ RHSൽ നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ നെഗറ്റീവ് ക്യാൻസലായി. അപ്പോൾ ആൻസർ എക്സ് ഈസ് ഈക്വൽ ടു 13. ഇനി നമുക്ക് റാഷണൽ നമ്പർ എത്രയാണെന്ന് നോക്കാം. റാഷണൽ നമ്പർ നമ്മൾ എന്താ എടുത്തത്, റാഷണൽ നമ്പർ ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 8 ഈക്വൽ ടു എക്സ് 13. 13 ബൈ 13 പ്ലസ് 8 ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ 13 പ്ലസ് 8 21. അപ്പോൾ റാഷണൽ നമ്പർ ഈക്വൽ ടു 13 ബൈ 21.